ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണേ. ആമീൻ. മഴ തകർത്തും തിമർത്തും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 10ഉം 15ഉം 20ഉം പ്രാവശ്യം മഴ പെയ്തു തോരുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പല കാലാവസ്ഥയാണ്. ഇവിടെ നമ്മൾ തണുത്ത് നിൽക്കുമ്പോൾ വേറെ സ്ഥലങ്ങളിൽ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട്, കൊടും ചൂടിൽ നിൽക്കുന്നുണ്ട്, മിതശീതോഷ്ണ മേഖലകളുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ പല വിധത്തിലാണ്. ഈ ഭൂമി മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാലാവസ്ഥകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വരികയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളുമൊക്കെ ചന്ദ്രന്റെ കറക്കത്തിനനുസരിച്ചാക്കിയത്. സൂര്യന്റെ കറക്കത്തിനനുസരിച്ച് ഇത് ഇവിടെ മഴക്കാലമാണ്, ഡിസംബർ തണുപ്പാണ്, ഏപ്രിൽ മെയ് ചൂടാണ്. ഇങ്ങനെ മാറി മാറി ഓരോ കാലാവസ്ഥയും സ്ഥിരമായിട്ട് നിൽക്കുകയാണെന്നത് സൗരവർഷ കലണ്ടർ അനുസരിച്ച്. നേരെ മറിച്ച് ചന്ദ്രമാസം അനുസരിച്ചാകുമ്പോൾ അമലുകളും ഇബാദത്തുകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും വേറെ വേറെ കാലാവസ്ഥകളിൽ അങ്ങനെ വരും. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അങ്ങനെയാണ് നിശ്ചയിച്ചത്. ചില ആൾക്കാർക്കൊക്കെ തോന്നും, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഈ മാസം കാണുക, കണ്ടില്ലെങ്കിൽ അങ്ങനെ, കണ്ടാൽ ഇങ്ങനെ, അപ്പൊ കലണ്ടർ അനുസരിച്ച് പോകാനും പറ്റൂല, എന്നാ കലണ്ടർ തെറ്റാന്ന് പറയാൻ കഴിയില്ല. ചില ആൾക്കാർ പറയും, എന്താ നിങ്ങളെ കലണ്ടറിൽ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെന്താ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങള്, ഒരുപാട് തടസ്സങ്ങൾ എന്നൊക്കെ. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ് നമ്മൾ ഉണ്ടാക്കിയൊരു കലണ്ടറിന്റെ കാര്യത്തിന് വേണ്ടിയല്ല ഈ പ്രപഞ്ചം പടച്ചത്. ഈ പ്രപഞ്ചം പടച്ചത് അവൻ ഒരു വ്യക്തമായ ഉദ്ദേശ്യത്തോടു കൂടിയാണ്. അത് കറക്കുന്നതും അങ്ങനെ തന്നെ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, റബ്ബേ നീ ഇത് വെറുതെ പടച്ചതല്ല, സുബ്ഹാനക് നീ എല്ലാം തികഞ്ഞവനാണ്, വഖിന അദാബന്നാർ അതുകൊണ്ട് നീ ഞങ്ങളെ നരകത്തെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ കറക്കം എങ്ങനെയാകണം, അത് ഏത് രീതിയിലാകണം എന്നത് നമ്മുടെ കലണ്ടർ അനുസരിച്ചല്ല. പിന്നെയോ കറക്കത്തിന്റെ ഇതനുസരിച്ച് നമുക്ക് മനസ്സിലായത്, നമ്മളിവിടെ കലണ്ടറിന് അടിയിൽ ഇങ്ങനെ ഇന്ന ദിവസം സൂര്യൻ അസ്തമിച്ച് ഇത്ര മിനിറ്റ് കഴിഞ്ഞ് ചന്ദ്രൻ അസ്തമിക്കും, സൂര്യൻ അസ്തമിക്കുന്നതിന് ഇത്ര മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുമെന്ന് എഴുതി വെക്കാനുള്ള കഴിവേ നമുക്കുള്ളൂ. മനുഷ്യരെ, നിങ്ങൾ കഴിവില്ലാത്തവരാണ്, കഴിവ് കുറഞ്ഞവരാണ് എന്ന സന്ദേശമാണ്. അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ ഉമ്മിയാണ്, നിരക്ഷരരാണ്. എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും, ശേഷം അസ്തമിക്കും എന്നൊക്കെ കണക്കനുസരിച്ച് പറയാൻ കഴിയുമെന്നല്ലാതെ നമുക്ക് മാസം കാണാൻ പറ്റുമോ ഇല്ലേ എന്നത് നമ്മുടെ അറിവിലും കഴിവിലും പെട്ടതല്ല. അപ്പോ പടച്ചോൻ നമ്മൾ വിചാരിച്ച പോലെ പടച്ചോൻ ആവുകയല്ല, പടച്ചോൻ പറഞ്ഞ പോലെ നമ്മൾ ആവുകയാണ് വേണ്ടത്. പടച്ചോനെ കുറിച്ച് നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നമ്മളിങ്ങനെ ഇടക്കിടക്ക് കേൾക്കുകയാണ്, റൂമി അങ്ങനെ പറഞ്ഞു, സൂഫി ഇങ്ങനെ പറഞ്ഞു, എന്തൊരു വലിയ വാക്കാണ് എന്നൊക്കെ. സുബ്ഹാനല്ലാഹ്, പടച്ചോന്റെ വാക്കല്ലേ പറയേണ്ടത് മക്കളെ, പടച്ചോനല്ലേ ഏറ്റവും വലുത്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ വഴിമാറി പോവുകയാണ്, സൂഫിസത്തിലേക്ക് പോകുന്നു, ചില പ്രത്യേക സൂഫി വര്യന്മാരുടെ വാക്കുകൾ പറയുന്നു. അപ്പൊ ശരീഅത്തിൽ നിന്ന്, മതപരമായ നിയമങ്ങളിൽ നിന്ന് കുതറിച്ചാടാനുള്ള ഒരു വകുപ്പാണ് സൂഫിസം. നിസ്കരിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? നിസ്കരിക്കണ എന്തിനാണ്? വാഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാനാണ് നിസ്കാരം. അപ്പോ അള്ളാനെ ഓർത്താ പോരെ എന്ന്. അങ്ങനെ അള്ളാനെ ഓർക്കാൻ വേണ്ടി ചപ്പാത്തി ചൂടാതെ പൊടി വാരിത്തുന്ന മരമണ്ടന്മാരുണ്ട്. അവരെയും പേര് വലിയ മൗലാന എന്നാണ്. അല്ലാഹു അക്ബർ. ശ്രീകൃഷ്ണന്റെ മാതിരിയാണ് അല്ലേ? അതാണോ ഇസ്ലാം പറഞ്ഞത്? അല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടുകാരെ അടുക്കളപ്പണിയിൽ സഹായിച്ചിരുന്നതാണ്. അടുക്കളയിൽ ഇങ്ങനെ പൊടി വാരി തിന്നുകയാണെങ്കിൽ പിന്നെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയോ അവിടുന്ന് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ
അതിൽ തരി കളഞ്ഞിരുന്നില്ല എന്ന് കാണാം. അപ്പൊ തരി കളഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിന് എന്താണ്? അങ്ങനെ തരി കളയാത്ത ചപ്പാത്തി ഉണ്ടാക്കി അവർ കഴിച്ചത് കൊണ്ടാണ്, അല്ലേ? അപ്പോ ഒറ്റക്കാലിൽ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ കുറെ കൊല്ലങ്ങളോളം ഇബാദത്ത് ചെയ്തു എന്ന് പറയാ. ഇല്ലാത്ത കഥകൾ ഒക്കെ മരിച്ചതിന് ശേഷം വരിക, ജീവിച്ചിരിക്കുമ്പോ അത് വരൂല. കാരണം എന്താ? ആൾക്കാർക്ക് കാണാലോ. അപ്പോ മടവൂരൗലിയെ കുറിച്ച്, ഉസ്താദുമാരെ കുറിച്ച്, തങ്ങന്മാരെയും ബീവിമാരെയും കുറിച്ചൊക്കെ ഇങ്ങനെ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോ ഇത് അള്ളാഹുവിന്റെ കഥകൾ, അള്ളാഹു പറഞ്ഞ കഥകൾ, റസൂലുമാരുടെ കഥകൾ, സഹാബിമാരുടെ, ഓരോ നബിമാരുടെയും സഹാബിമാരുടെ കഥകൾ, അവര് ഇഞ്ചോടിഞ്ച് പോരാടി പൊരുതി തൗഹീദ് സ്ഥാപിക്കാൻ ശ്രമിച്ച കഥകള്, അതിന്റെ പേരിലുണ്ടായ യുദ്ധങ്ങള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. മയിലുകളുടെ ഒച്ചയിട്ടില്ല നിങ്ങള്? ഭയങ്കര ഒച്ച. അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അവയെ തസ്ബീഹ് ചെയ്യാണ്, അവർ റബ്ബിന് തസ്ബീഹ് ചെയ്യാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, വെറൊരു ഒച്ച മാത്രമാണ് കേൾക്കുന്നത്. കുയിലിന്റെ മണിനാദം, കളകളാരവം, എല്ലാം എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം റബ്ബിന് തസ്ബീഹ് ചെയ്യാണെന്ന് പറയും. അപ്പോ ഈ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സൂഫിമാര്, ഔലിയാവ്, തങ്ങന്മാര്, ബീവികളൊക്കെ ഓരോന്ന് ചെയ്യാം. അതിങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടത് വലിയ കാര്യമാക്കി പറയാം. ഈ പടച്ചോന്റെ മഹത്വം ഒന്നും പറയാല്ലേ. ഒരു പൂവെടുത്താൽ, നമ്മളെ വിരലിന്റെ അറ്റമെടുത്താൽ, ഏതെങ്കിലും ഒരു മുടി എടുത്താൽ, ഒരു മുടി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും? ഒരു മുടി, ഒരു പുല്ല്, ഒരു നെല്ല്, ഈ ലോകത്ത് എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും? ഇല്ല. അപ്പൊ റബ്ബ് എത്ര മഹാനാണ്! ഈ അണ്ടകടാഹം മുഴുവൻ എത്ര കോടി 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 നക്ഷത്രങ്ങളാ! ഇതൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ വറങ്ങലിച്ച് നിൽക്കുകയല്ല, പിന്നെയോ അതിശക്തമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കറങ്ങുക? പമ്പരം കറങ്ങണ പോലെയല്ല. പമ്പരം ഇങ്ങനെ അതിന്റെ ആണി അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഉറങ്ങാൻ തോന്നിപ്പോവും പമ്പരം നല്ല സ്പീഡിൽ കറക്കിയാല്. ഉറങ്ങാണ് പമ്പരം, ഉറങ്ങുകയാണെന്ന് വിചാരിക്കും. പമ്പരം അവിടെ അങ്ങനെ നിൽക്കുകയായിരിക്കും, പക്ഷെ പമ്പരം കറങ്ങുന്നുണ്ട്. അതുപോലെയല്ല ഈ പ്രപഞ്ചം കറങ്ങണത്. പിന്നെന്താ? നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയപ്പോഴുള്ള സ്ഥലത്തല്ല ഭൂമി ഇപ്പൊ നിൽക്കണത്. ഇന്നലെ രാത്രിയിലോടത്ത അല്ല ഇപ്പൊ ഭൂമി നിൽക്കണത്. സൂര്യൻ എന്നത് അങ്ങനെ ലേശം കൂടി കഴിഞ്ഞാൽ അങ്ങനെ വരും. ആ സൂര്യൻ ഉദിച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ മസ്ജിദില് ഇസ്രാക്ക് കഴിഞ്ഞ് പോകാം. എല്ലാവരും വീടുകളിൽ അല്ല, മസ്ജിദുകളിൽ തന്നെ ഈ ക്ലാസ് കേൾക്കാനിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇതിങ്ങനെ സൂര്യ ഉദിച്ചിങ്ങനെ വരികയാണ്. ഇപ്പൊ എന്താ? കറങ്ങാണ്. അപ്പൊ പന്തുരുളുന്ന പോലെയാണ് പ്രപഞ്ചം കറങ്ങണത്. പന്തുരുളുന്ന പോലെ. പന്തി നമ്മൾ തട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയാണ്. ആ തട്ടിക്കളിക്കണേന്റെ ആരവങ്ങളും ആഘോഷങ്ങളുമാണ് ഇപ്പോ നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്നത്. അട്ടഹസിക്കുന്ന കോലം, നാവു നീട്ടിയ പിശാചിന്റെ കോലം, സിഗരറ്റും ചുരുട്ടും വലിക്കുന്ന കോലം, ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മളെ കുട്ടികൾ. കഷ്ടം. അള്ളാഹു അക്ബർ. അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോ പന്തുരുളുന്ന പോലെ ഈ പ്രപഞ്ചം കറങ്ങുമ്പോൾ, ഈ പ്രപഞ്ചം കറങ്ങുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ അല്ലേ നമ്മൾ പറയേണ്ടത്, അല്ലേ? ആ എല്ലാം അറിയുന്നവനായ, എല്ലാം കാണുന്നവനായ, എല്ലാം കേൾക്കുന്നവനായ റബ്ബിന്റെ വാക്കുകളാണല്ലേ നമ്മൾ പറയേണ്ടത്. എന്നിട്ട് ഇങ്ങനെ റൂട്ട് മാറിപ്പോവുകയാണ്. അപ്പൊ നിസ്കരിക്കേണ്ടതില്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ചന്ദ്രികയിൽ നമ്മുടെ സേതുമോൻ ഇസ്ലാമി ലേഖനം എഴുതിയത്. പിന്നീട് നാം കാണുന്നത് നിസ്കരിക്കേണ്ടതില്ലാത്ത പദവിയിലെത്തിയ മടവൂരൗലിയനെയാണ്. നഊദു ബില്ലാഹ്. അപ്പൊ നിസ്കരിക്കേണ്ടാത്ത പദവി മെൻസസ് ആയതാ? അല്ല, പിന്നെ ഔലിയല്ലേ. അപ്പോ ആ പദവിയിലേക്ക് ഏറ്റവും എത്താൻ അർഹതപ്പെട്ട ആളാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് വയസ്സുകാലത്ത് അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും സുബ്ഹാനല്ലാഹ് നീര് വന്ന് വീർക്കുവോളം തഹജ്ജുദ് നിസ്കരിച്ചു. ഫർള് കറക്റ്റായി നിസ്കരിച്ചു. എല്ലാ സുന്നത്ത് നോമ്പ് കൊടുത്തു. ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്, സുന്നത്ത് നോമ്പിന്റെ ദിവസമാണ്. കോടിക്കണക്കിന് സത്യവിശ്വാസികൾ ഇന്ന് നോമ്പെടുക്കുകയാണ്. അള്ളാഹുവെ അനുഗ്രഹിക്കണേ ഞങ്ങളെ എല്ലാവരെയും. നോമ്പ് പതിവാക്കുന്ന ആ സ്വർഗത്തിലെ ഉള്ളും പുറവും കാണുന്ന ആ റൂമുകളിൽ താമസിക്കാവുന്ന വിധത്തിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. ഒരു നോമ്പ് പോലും മറക്കാതിരിക്കാൻ,
ഒരു സുന്നത്ത് നിസ്കാരം പോലും മറക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹുവെ തൗഫീഖ് നൽകണേ. അപ്പോ ഇതാണ് മുഹമ്മദ് നബി. സഹാബിമാരും അങ്ങനെ തന്നെ. ഔലിയാക്കന്മാര് വേറൊന്നുമില്ല. അവര് നിസ്കരിക്കേണ്ടതില്ല. യഖൂലൂന യാ ഹാദാ തറക്ത സ്വലാത്തക. അവര് പറയണ എന്താ നീ നിസ്കരിക്കാത്തത്? ഒരു യഅലമു അന്നീ ഉസല്ലി ബി മക്കത്ത. ഞാൻ ഇപ്പൊ മക്കയിൽ നിസ്കരിക്കുന്നുണ്ട്. മക്കയിൽ ഭക്ഷണം കഴിക്കണില്ല, അത് ഭക്ഷണം ഇവിടുന്ന് തന്നെ കഴിക്കണത്. ഭക്ഷണം ഇവിടുന്ന് തന്നെ കഴിക്കണത്. ഭക്ഷണത്തിന് ഒരു തടിയും ഇബാദത്തിന് 40 തടി എന്നാണ് കള്ളന്മാര് പിശാചുക്കൾ പറഞ്ഞത്. ഇതൊന്നും മൊയ്തീൻ ശേഖ് പറഞ്ഞതല്ല. ഉസ്താദുമാര് കള്ളന്മാര് പിശാചുക്കൾ പറഞ്ഞതാണ്. നല്ല ഉസ്താദുമാർ ഇതൊന്നും പറയില്ല. അതുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് പറയാം, പടച്ചോന്റെ കഴിവിനെ കുറിച്ച് പറയാം. എന്നിട്ട് ആ പടച്ചവനെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക. അതാണ് വേണ്ടത്. അതല്ലാതെ മറ്റേതെങ്കിലും വഴിക്ക് പോയിട്ട് നിസ്കരിക്കേണ്ടതില്ലാത്ത, മക്കനെ ധരിക്കേണ്ടതില്ലാത്ത, ഫുൾക്കൈ ധരിക്കേണ്ടതില്ലാത്ത തത്വങ്ങളിലേക്കല്ല നമ്മൾ എത്തേണ്ടത്. അതിനാൽ വളരെ സൂക്ഷിക്കണം. നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതികൾ, അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ പണ്ഡിതന്മാര് വരെ എന്ത് ചെയ്യുക, ജലാലുദ്ദീൻ റൂമി പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന സൂഫി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തിരക്കടില്ല എന്ന് തോന്നിക്കണം. അപ്പൊ അവരുടെ വാക്ക് അള്ളാഹുവിന്റെ വാക്കിനേക്കാൾ വലുതാണെന്ന് തോന്നുകയാണ്. നഊദുബില്ലാ. നമ്മൾ ശ്രദ്ധിക്കണം. നല്ല നിലക്ക് ശാന്തമായിട്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, ബുദ്ധിപരമായി പറഞ്ഞു കൊടുക്കണം, തെളിവിന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബെ അനുഗ്രഹിക്കണേ. രോഗികൾക്കെല്ലാം അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. السلام عليكم ورحمة الله وبركاته.